ഭർത്താവിനെ തേടി വരുമ്പോൾ പഴയ കാമുകനെ കണ്ടുമുട്ടുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അതിലും കഷ്ടമാണ് ഭർത്താവിൻ്റെ ജീവന് വേണ്ടി കാമുകനോട് അപേക്ഷിക്കേണ്ടി വരുന്നത്, അല്ലേ? അതെ, പേരിന് വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ സ്വഭാവം അല്പം മോശമായിട്ടുണ്ട്. പലരോടും അന്തി ഉറങ്ങി ഭർത്താവിൻ്റെ ബിസിനസ്സിനെ സഹായിക്കുന്ന ഒരു ശീലാവതിയെ പറ്റി കേട്ടു. അതെൻ്റെ സാവിത്രിക്കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ അല്പം നൊന്തു. ഭർത്താവിനെ വെറുതെ വിടണമെങ്കിൽ ഭാര്യ എന്നോടൊപ്പം ഒരു രാത്രി ഉറങ്ങണമെന്ന് ഞാൻ പറഞ്ഞത് നിന്നെ മോഹിച്ചിട്ടല്ല, ഒന്ന് കാണണമെന്ന് കരുതി മാത്രമാണ്. ശവമാണ് ഞാനിപ്പോ. എത്ര കുത്തിയാലും നോവില്ല. എങ്ങനെയൊന്നും ആകാനല്ല ഞാൻ ആഗ്രഹിച്ചെന്നറിയാലോ. അറിയാം അറിയാം. നിനക്ക് വന്ന ഭാഗ്യത്തിൽ എനിക്ക് അസൂയാണെന്ന് നീ വിളിച്ചു പറഞ്ഞു. അപ്പോഴും തറവാട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടപ്പോഴും നീ ഉൾപ്പെടെ എല്ലാവരും എന്റെ മുഖത്ത് നോക്കി ആട്ടിയപ്പോഴും പലരോടും വൈരാഗ്യം തോന്നിയിരുന്നെങ്കിലും നിന്നെ മാത്രം ഞാൻ വെറുത്തിരുന്നില്ല. പക്ഷെ ഈ നിലയിൽ നിന്നെ കാണുമ്പോൾ പുറത്തെ മാളികകളിൽ ചില്ലറ കാശിനു വേണ്ടി ഉടുതുണി അഴിക്കുന്ന ഒരു വേശ്യയുടെ അന്തസ് പോലും എന്റെ സാവിത്രിക്കുട്ടിക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. എന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് പകരം ചോദിക്കണമെങ്കിൽ അതെത്ര ക്രൂരമായിട്ട് വേണമെങ്കിലും എനിക്കിപ്പോൾ ചെയ്യാം. ഈ കണ്ടുമുട്ടൽ തന്നെയല്ലേ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. മണി, അവനെ പറഞ്ഞു വിട്ടേക്ക്. ഹലോ, ശേഖർ സ്പീക്കിംഗ്. ഓഫീസിലെ സൈറ്റിൽ ഞാൻ പല പ്രാവശ്യം വിളിച്ചു ശേഖർ. ഇനി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേക്കൂ പ്ലീസ്. ഇനിയും താമസിച്ച് ആകെ കുഴപ്പമാകും. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നീ പോയി വല്ല ഡോക്ടറെയും കാണ. നീ എന്നെ ത്രട്ടൻ ചെയ്യാണോ? നോ, മേലിൽ നീ ഇവിടെ വിളിക്കരുത്. കോനെ? ശേഖർ പ്ലീസ് ശേഖർ. നാട്ടിൽ നിന്ന് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ശല്യം ചെയ്യാൻ. ക്യാ? बहुत लोग निकले हैं गांव से तकलीफ देने के लिए. രാധ ഈ നേരത്തെ എന്തിനാ? അതെ, ഞാൻ കേട്ടു. ശേഖർ എന്താ പറഞ്ഞ? എല്ലാം പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പോ അയാൾ എന്നെ ചതിക്കായിരുന്നു വരികേട്ടാ. വീട്ടിൽ അമ്മയോ ചേട്ടനോ ഇതറിഞ്ഞ. കരയണ്ട, നാളെ ഞാൻ അവനെ വിളിപ്പിക്കാം. ഇതാരോടും പറയണ്ട. നാളെ നീ വീട്ടിലോട്ട് വന്നാൽ മതി, നമുക്കൊരു തീരുമാനം എടുക്കാം. വാ. നീ എവിടെ പോയിരുന്നു? ചേട്ടാ, അത് ഞാൻ ജയന്തിയുടെ വീട്ടിലൊരു ടിവിയില് ക്വിസ് പ്രോഗ്രാം കാണാൻ. രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കരുതെന്ന് പറയായിരുന്നു. പാതിരാക്കാനോട് നിന്റെ ഒരു ക്വിസ്? നീ ചുമ്മാരിക്ക. മേലാൽ സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇതൊരു വേശ്യാ തെരുവാണ്. വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിക്കരുത്. തന്ത നേരത്തെ ചത്തോണ്ട് എനിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു. ആ ഗതികേട് നിനക്കുണ്ടായിരുന്നെന്ന് എഴുതിയ ഇല്ലാത്ത കാശ് മുടക്കി നിന്നെ പഠിപ്പിക്കാൻ അയക്കുന്നത്. ചീത്ത പേരെങ്ങാനും കേൾപ്പിച്ചാൽ വെട്ടി നുറുക്കിക്കളയും ഞാൻ. മനസ്സിലായോ? പോ.